നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വർഷത്തെ 170% അത്ഭുതകരമായ റാലിക്ക് ശേഷം കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് വെള്ളിവിലയിൽ ആരെയും ഭയപ്പെടുത്തുന്ന ഇടിവാണ് കാണാൻ സാധിച്ചത്. ഒരു ദിവസം കൊണ്ട് MCXൽ 27% നഷ്ടമാണ് വെള്ളിവില റിപ്പോർട്ട് ചെയ്തത്. അതായത് 1,07,968 രൂപയുടെ ഇടിവാണ് വെള്ളിവില രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 15 വർഷത്തിനിടയിലെ ഏറ്റവും കനത്ത ഇടിവാണ് വെള്ളിവിലയിൽ കാണാനിടയായത്. അതിനു മുൻപുള്ള ദിവസങ്ങളിൽ 4 ലക്ഷം രൂപ മറികടന്ന വെള്ളിവില കഴിഞ്ഞ ദിവസത്തെ ഇടിവിന് ശേഷം 3 ലക്ഷം രൂപയ്ക്ക് താഴേക്ക് പോയി. MCXൽ സിൽവർ മാർച്ച് ഫ്യൂച്ചേഴ്സ് വെള്ളിയാഴ്ചത്തെ സെഷനിൽ 1,07,968 രൂപ അഥവാ 27% ഇടിഞ്ഞ് കിലോഗ്രാമിന് 2,91,925 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. അന്താരാഷ്ട്ര വിപണിയിൽ 39% ഇടിവോടുകൂടി ട്രായ് ഓൺസിന് $74 താഴേക്ക് കൂപ്പുകുത്തി. തുടർന്ന് 28% ഇടിഞ്ഞ് ഔൺസിന് $85 വ്യാപാരം അവസാനിപ്പിച്ചത്. ആഴ്ചയുടെ തുടക്കത്തിൽ സർവകാല ഉയരമായി $121 പറന്ന വെള്ളിവിലയാണ് ഈ നിലവാരത്തിലേക്ക് ഇടിഞ്ഞത്. എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളിൽ സ്ഥിതി കൂടുതൽ രൂക്ഷമായി. SBI സിൽവർ ETF 22.4% ഇടിഞ്ഞു. ICICI Prudential സിൽവർ ETF 21% ഇടിഞ്ഞു. നിപ്പോൺ ഇന്ത്യ സിൽവർ ETF 19% ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഗോൾഡ് ETFകളും വൻതോതിൽ ഇടിഞ്ഞു. നിപ്പോൺ ഗോൾഡ് ETF 10% ഇടിവാണ് രേഖപ്പെടുത്തിയത്. ICICI Prudential ഗോൾഡ് ETF 9.5% ഇടിഞ്ഞു. ETFകളിൽ നിക്ഷേപകരടക്കം ഇപ്പോൾ ആശങ്കയിലാണ്. എന്നാൽ വെള്ളിയുടെയും സ്വർണത്തിന്റെയും മുന്നേറ്റം ഒരു മെൽട്ടപ്പ് അഥവാ അമിതമായ ആവേശത്തിലുണ്ടായ ഒന്നാണെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. വില റെക്കോർഡ് ഉയരത്തിലെത്തിയതോടെ വലിയ നിക്ഷേപകർ തങ്ങളുടെ ലാഭം കൈക്കലാക്കാൻ തുടങ്ങിയതാണ് ഈ തകർച്ചയുടെ പ്രധാന തുടക്കം. ഇന്ത്യൻ വിപണിയിലേക്ക് നോക്കിയാൽ MCXൽ 1 കിലോ വെള്ളിക്ക് 4.2 ലക്ഷം രൂപ വരെ എത്തിയ ശേഷമാണ് വലിയൊരു ഇടിവുണ്ടായത്. ഇതുകൂടാതെ US ഡോളർ കരുത്താർജിച്ചത് വെള്ളിക്ക് തിരിച്ചടിയായി. സാധാരണയായി ഡോളർ ശക്തമാകുമ്പോൾ വെള്ളി, സ്വർണം തുടങ്ങിയ കമ്മോഡിറ്റികളുടെ വില കുറയാറുണ്ട്. അമേരിക്കൻ ഫെഡറൽ റിസർവ് മേധാവിയായി കെവിൻ വാഷിനെ നാമനിർദ്ദേശം ചെയ്തതും പലിശ നിരക്കുകളിൽ മാറ്റമുണ്ടാകുമെന്ന സൂചനകളും വിപണിയെ സ്വാധീനിച്ചു. മറ്റൊരു പ്രധാന കാരണം CME ഗ്രൂപ്പ് വെള്ളി വ്യാപാരത്തിലുള്ള മാർജിൻ തുക വർദ്ധിപ്പിച്ചു എന്നതാണ്. ഇതോടെ കൂടുതൽ പണം നൽകി വ്യാപാരം തുടരാൻ കഴിയാത്ത പലരും തങ്ങളുടെ കൈവശമുള്ള വെള്ളിയുടെ കരാറുകൾ വേഗത്തിൽ വിറ്റൊഴിക്കാൻ നിർബന്ധിതരായി. ഇത് വിപണിയിലെ സമ്മർദ്ദം വർദ്ധിപ്പിച്ചു. കൂടാതെ ചൈന വെള്ളി കയറ്റുമതിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതും വിതരണ ശൃംഖലയെ ബാധിച്ചു. ഇനി നിക്ഷേപകർ എന്ത് ചെയ്യണം? ഇത്രയും വലിയ തകർച്ച ഉണ്ടായിട്ടും വെള്ളിയുടെ ദീർഘകാല സാധ്യതകൾ ഇപ്പോഴും പോസിറ്റീവ് ആണ് എന്നാണ് പല വിദഗ്ധരും പറയുന്നത്. കാരണം വെള്ളി കേവലം ഒരു ആഭരണം മാത്രമല്ല. സോളാർ പാനലുകൾ, ഇലക്ട്രിക് വാഹനങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചിപ്പുകൾ എന്നിവയുടെ നിർമ്മാണത്തിന് വെള്ളി അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ വ്യാവസായികമായ ആവശ്യം വർദ്ധിക്കുന്നത് ഭാവിയിൽ വില ഉയരാൻ കാരണമായേക്കാം. ചുരുക്കത്തിൽ ഇപ്പോഴത്തെ ഈ ഇടിവ് ഒരു മാർക്കറ്റ് കറക്ഷൻ ആയിട്ടാണ് കാണേണ്ടത്. വിപണിയിലെ അമിതമായ ആവേശം കുറഞ്ഞ് വില സാധാരണ നിലയിലേക്ക് എത്തുമെന്ന പ്രക്രിയയാണിത്. അതിനാൽ പെട്ടെന്ന് ഭയപ്പെട്ട് കൈവശമുള്ളത് വിറ്റൊഴിവാക്കുന്നതിന് പകരം വിപണിയെ കൃത്യമായി നിരീക്ഷിക്കുകയാണ് വേണ്ടത്. പുതിയതായി നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു മികച്ച അവസരമാണോ എന്ന് ചോദിച്ചാൽ വിപണി സ്ഥിരത കൈവരിച്ച ശേഷം മാത്രം തീരുമാനമെടുക്കുന്നതാണ് ഉചിതം. അതിനാൽ തന്നെ നിലവിൽ പുതിയ പൊസിഷനുകൾ നിക്ഷേപകർ സ്വീകരിക്കരുത് എന്ന് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നുണ്ട്. നിലവിൽ വെള്ളി കൈവശമുള്ള നിക്ഷേപകർ 3 ലക്ഷം രൂപ നിലവാരത്തിന് മുകളിൽ തിരിച്ചെത്താത്ത സാഹചര്യത്തിൽ ഹോൾഡ് ചെയ്യാൻ നിർദ്ദേശിക്കുന്നുണ്ട്. വെള്ളി വില 4,20,000 മുതൽ 4,50,000 റേഞ്ചിൽ അഥവാ $140-150 നിലവാരത്തിലേക്ക് എത്താനുള്ള സാധ്യത തള്ളിക്കളയരുത് എന്ന് അനലിസ്റ്റുകൾ പറയുന്നുണ്ട്. ടെക്നിക്കൽ പരിശോധിക്കുമ്പോൾ ഓവർബോട്ട് സോണിൽ തുടരുന്നതിനാൽ നിക്ഷേപകർ ജാഗ്രത തുടരണം എന്ന് തന്നെ അനലിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്. മാത്രമല്ല ഹ്രസ്വകാല കറക്ഷൻ പ്രതീക്ഷിക്കാമെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു.